ചില സമയങ്ങളിൽ നമുക്ക് നമ്മൾ എന്നെ ആലോചിച്ച് കുറച്ച് അഭിമാനമൊക്കെ വരുന്നത് നല്ല കാര്യമായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അതെ, എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള ആ ഒരു സ്റ്റേജ് ഉണ്ടാവില്ലേ നമ്മളെല്ലാവർക്കും, അവിടെ നിന്ന് ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെയൊക്കെയോ നടക്കും എന്നുള്ള ആ ഒരു സ്റ്റേജിലോട്ട് പടി വെച്ച് കയറുകയാണ് ഇപ്പൊ ഞാൻ. അപ്പൊ കാര്യം ഞാൻ പറയാം. അപ്പൊ എന്റെ മുഖത്ത് ഈ സന്തോഷത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്. ഞാൻ എന്റെ മൂകാമി തുടങ്ങിയത് തൊട്ട് ഈ ബുക്കിലെ ഓരോ കസ്റ്റമേഴ്സിന്റെ പേരും എത്ര ഓർഡർ ആയെന്നൊക്കെ എഴുതിയേക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനത് വിട്ടുപോയി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2-3 ദിവസമായിട്ടാണ് ഞാൻ വീണ്ടും എല്ലാ ഓർഡേഴ്സും റിക്കവർ ചെയ്തെടുത്തിട്ട് ഇതിൽ എഴുതി വെച്ചത്. അപ്പോഴാണ് ഗൈസ് ഞാനത് തിരിച്ചറിഞ്ഞത്, എനിക്ക് മോർ ദാൻ 150 ഓർഡേഴ്സ് ഈ ഒരു ടൈമിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. കൈയടിക്കൂ. അപ്പൊ ഞാൻ എന്റെ ബ്രാൻഡ് തുടങ്ങിയത് ഓഗസ്റ്റ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. ഒരു വർഷം ആയിട്ടില്ല. സംഭവം ഇത് കേൾക്കുന്നവർക്ക് ഇത് വലിയ കാര്യമൊന്നായിരിക്കില്ല, അങ്ങ് 150 ഓർഡർ അല്ലേ, ഇതാണ് ഇത്രയും വലിയ കാര്യം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് 0-ൽ നിന്ന് ഈ 150 എത്തിയത് അത് എന്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ്. സാധാരണ ആരെങ്കിലും എന്നെ പൊക്കി പറയുമ്പോൾ പറയാറുണ്ട്, ഈ ക്രിഞ്ചാവുള്ളൂ അങ്ങനെയൊന്നും പറയല്ലേ എന്നുള്ള സാധനം. പക്ഷെ ഇപ്പോ എനിക്കിത് കണ്ടപ്പോ കുറച്ച് അധികം അഭിമാനം എന്നെ പറ്റി തോന്നി. കാരണം വേറൊരു നാട്ടിൽ ഒന്നുമല്ലാതെ അക്കൗണ്ട് ബാലൻസ് 0 ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാതിരാത്രിയിൽ ഞാനെടുത്ത തീരുമാനമാണ് ഇന്ന് കുറെ പേരെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പേരായിരിക്കും ചിലപ്പോൾ കാണുന്നവർക്ക്, പക്ഷെ എനിക്ക് അതിൽ കുറെ ആളുകളാണ്. ആ ആളുകൾ എന്റെ മൂകാമി തിരിച്ചറിയുന്നു, അതേപോലെ തന്നെ എന്റെ മൂകാമി എന്ന് വിളിക്കുന്നു. അതൊക്കെ എന്തോ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് വാക്കുകൾ ഇടറിപ്പോകുന്നുണ്ട് ഗൈസ്. കുറച്ച് ഇമോഷൻസ് കൂടുതലുള്ള ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനൊന്നും ഇപ്പൊ പറ്റണില്ല. അതേപോലെ തന്നെ എന്റെ ഫോളോവേഴ്സ് 596 ആളായി. അത് എന്റെ അക്കൗണ്ട് അല്ല, മൂകാമിയുടെ അക്കൗണ്ട്. എന്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ഫോളോ ചെയ്ത ആൾക്കാരാണ് ഈ 596 പേര്. അതെനിക്ക് വലിയൊരു ആൾക്കാരാണ്, കാരണം അവരുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഫോളോ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ എനിക്ക് എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരും പറയും കസ്റ്റമേഴ്സ് ഫാമിലിയാണ്. എനിക്ക് അവരെ എന്തൊക്കെയൊക്കെയാണ്, കാരണം അവരില്ലാതെ ഞാനില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, എനിക്കിതൊക്കെ പറ്റുകയാണെങ്കിൽ, ഇത്രയും ചെറുതായിട്ടെങ്കിലും ഒന്ന് സക്സസ് ആവാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് പിന്നെ ആവാന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എന്താ പറയാ, തുടങ്ങാൻ തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങുക, നീ വരനോർത്ത് വെച്ച് കാണാം. അതേപോലെ തന്നെ കൺസിസ്റ്റൻസിയും, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മൾ എത്രയും കൺസിസ്റ്റന്റ് ആയിട്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. എനിക്കിനി മുന്നോട്ട് പോകാനുണ്ട്. എനിക്കിതൊരു ചെറിയ സ്റ്റേജ് ആയിട്ടുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സാധാ നാട്ടിൻപുറത്ത് വളർന്ന് ലോകമൊന്നും കാണാത്തൊരു പെൺകുട്ടി പുതിയൊരു നാട്ടിൽ പോയിട്ട് അവിടെ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങൾ ഇത്രയും ആൾക്കാർ, ഇത്രയും സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് കൂടിയിട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ സ്വന്തമായിട്ട് നല്ല രീതിയിൽ അഭിമാനം തോന്നുന്നുണ്ട്. അപ്പൊ ഒന്നും ആവുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്, റെഡിയായി മുന്നോട്ട് ഇറങ്ങുക, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നേലും നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺ കിട്ടാതിരിക്കില്ല. അത് എന്നേലും കുറേ നാൾ പിടിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺ കിട്ടിയിരിക്കും. അപ്പോൾ മൂകാമിയുടെ ഇത്ര നാളത്തെ യാത്രയിൽ സ്നേഹിച്ച് കൈകോർത്ത് ചേർത്ത് പിടിച്ചു കൂടെ നിന്നവർക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി. ഓക്കെ, ബൈ.